ഭീകരവാദ സംഘടനകളെ ന്യായീകരിച്ച് പുതുതായി രൂപീകരിച്ച NCHDR സംഘടനയുടെ അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടി. സംഘടനയുടെ ലക്ഷ്യം ഭീകരവാദ കേസുകളിലെ പ്രതികൾക്ക് നിയമസഹായം നൽകാനെന്നാണ് ആരോപണം. സംഘടനയുടെ മുഖ്യപ്രവർത്തകൻ നിസാമുദ്ദീൻ പാനായിക്കുളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അടിമുടി ദുരൂഹതയാണ്. മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ രൂപീകരിച്ച നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന സംഘടനയിൽ നിരോധിത തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെട്ട പലരുമുണ്ട് എന്ന ആരോപണം ശക്തമാവുകയാണ്. ഇതിനിടയിലാണ് തീവ്രവാദ സംഘടന സിമി, പോപ്പുലർ ഫ്രണ്ട് എന്നിവയൊക്കെ നിരോധിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സംഘടനയുടെ അധ്യക്ഷനും പഴയ നക്സലേറ്റുമായിരുന്ന വിളയോടി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയത്. നിരോധിത സംഘടന എന്ന് പറയുന്ന സിമി നിരോധിച്ചിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടുണ്ട്, മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ നിരോധിച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ സംഘടനകളെ പോലും നിരോധിച്ചിട്ടുണ്ട്. അങ്ങനൊരു കെട്ട കാലത്താണ് നമ്മൾ ജനാധിപത്യ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത സംഘടനയിലെ മറ്റൊരു പ്രവർത്തകൻ നിസാമുദ്ദീൻ പാനായിയാണ്. ഇയാളുടെ നവമാധ്യമങ്ങളിലെ പോസ്റ്റിലുമുണ്ട് അടിമുടി ദുരൂഹത. പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും രക്തം ചിന്തിയും സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നതടക്കമുള്ള പോസ്റ്റുകളും കാണാം. അതിലൊക്കെ ഉപരി പുതിയ സംഘടനയുടെ പ്രധാന പ്രവർത്തനം ഭീകരവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിലായവർക്ക് നിയമസഹായം നൽകുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അത്തരത്തിൽ നിയമസഹായം നൽകിയതിന്റെ വിവരങ്ങളും സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം. ഇത് അബ്ദുൾ വഷീദ് ഷെയ്ഖ്. 2006 മുംബൈ ട്രെയിൻ ബോംബാക്രമണ കേസിൽ അറസ്റ്റിലായ 13 പേരിലെ ഒരാൾ. ഇവരൊക്കെയാണ് പുതിയ സംഘടനയിലെ തലപ്പത്തുള്ളവർ. ജനം, കോഴിക്കോട്. അനഘയുണ്ട് കോഴിക്കോട് നിന്ന്. അനഘ, ഇത് വല്ലാത്തൊരു ന്യായീകരണം ആയിപ്പോയി. കാരണം ഭീകരവാദ സംഘടനകളെ തലോടുന്ന നിലപാടിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിരോധിത ഭീകരവാദ സംഘടനകളെ ന്യായീകരിച്ചിരിക്കുകയാണ് പുതുതായി രൂപീകരിച്ച NCHDR. ഇപ്പോൾ സംഘടനയുടെ അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടിയാണ് ഇങ്ങനെ ഒരു ന്യായീകരണവുമായിട്ട് എത്തിയിട്ടുള്ളതും. അനഘ ലൈനിലുണ്ട്. അനഘ, ഈ ഭീകരവാദ സംഘടനകളെ തലോടുന്ന ഒരു നയം മുൻപ് തൊട്ടേ ഉണ്ട്. ഇപ്പോൾ ഈ NCHDR നിരോധിത സംഘടനകളെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെയൊരു സംഘടന. കാരണം ഈ സംഘടനകളെ നിരോധിച്ചിരിക്കുന്ന ഭീകരവാദ സംഘടനകളെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഭീകരവാദ പ്രോത്സാഹനമൊക്കെ തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു രൂപത്തിൽ NCHDR എന്ന ഒരു പേരിൽ ഈ ഒരു സംഘടന വന്നത്. നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീവ്രവാദ കേസുകളിൽ പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന എന്നുള്ളൊരു ന്യായീകരണമാണ് ഉന്നയിക്കുന്നത്. തീർച്ചയായും. അതായത് ഇതൊരു പുതിയ മനുഷ്യാവകാശ സംഘടനയാണ് എന്ന പേരിലാണ് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്നാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഈ ഫേസ്ബുക്കിൽ അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സംഘടനയിൽ ഒളിഞ്ഞിരിക്കുന്നത് അടിമുടി ദുരൂഹതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളടക്കം ഈ സംഘടനയുടെ ഈ പ്രഖ്യാപന സമ്മേളനം അത് ഇന്നലെയായിരുന്നു. പക്ഷേ അവർ അത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഘടന നിരോധിത തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരൊക്കെ തന്നെ ഈ സംഘടനയിൽ ചേക്കേറിയിട്ടുണ്ട്. ഈ സംഘടനയുടെ തലപ്പത്ത് അത് പ്രവർത്തിക്കുന്നത് അതിലുള്ളവരാണ് എന്നതടക്കമുള്ള വാർത്തകൾ വന്നത് തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ സംഘടനയുടെ അധ്യക്ഷനായിട്ടുള്ള പഴയ നക്സലേറ്റ് കൂടിയായിട്ടുള്ള വിളയോടി ശിവൻകുട്ടി പരസ്യമായി തന്നെ നവമാധ്യമത്തിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ സിമിയും പോപ്പുലർ ഫ്രണ്ട്, മാവോയിസ്റ്റ് ഇതൊക്കെ നിരോധിച്ചത് ഇതൊക്കെ നിരോധിച്ച കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിരോധിച്ചത് ശരിയായില്ല എന്ന നിലപാടാണ് ഈ സംഘടനയുടെ തലപ്പത്തുള്ള അധ്യക്ഷൻ തന്നെ സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായി തന്നെ നിരോധിത സംഘടനയിൽ പെട്ടവരാണ് ഈ സംഘടനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ശരിവെക്കുന്ന ശരിയാണ് എന്നതാണ് ഈ അധ്യക്ഷന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ സംഘടനയിൽ പ്രവർത്തിച്ചവരൊക്കെ എന്ത് ചെയ്യണം, ആത്മഹത്യ ചെയ്യണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം
ഈ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ സംഘടനയെ തലപ്പത്തുള്ള ആളാണ് നിസാമുദ്ദീൻ പാനായി. ഈ നിസാമുദ്ദീൻ പാനായുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിലെ നിരവധി കാര്യങ്ങളുണ്ട്. ആ നിരവധി കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാബറി മസ്ജിദിൽ ദുആ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കവർ ഫോട്ടോയാണ് ഉള്ളത്. മാത്രമല്ല പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. അത് ഇഴകീറി പരിശോധിച്ചാൽ എന്താണ് എടുക്കുന്ന നിലപാട്, ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അതിലൂടെ മനസ്സിലാകും. മറ്റൊന്ന്, ഈ മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന NCHDR എന്ന സംഘടന, ആ സംഘടന ഈ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പെട്ട് ഏതെങ്കിലും വിധത്തിൽ ജയിലിലായിരിക്കുന്നവർക്ക് നിയമസഹായം നൽകുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എന്നൊരു ആരോപണം, ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. മാത്രമല്ല ഈ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പെട്ടിട്ടുള്ള നിലവിൽ അവർക്ക് സഹായം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരപരാധികളായ ഭീകരവാദ കേസിൽ പെട്ടിരിക്കുന്നവർക്ക് നിയമസഹായം നൽകും എന്നാണ്. പക്ഷെ അങ്ങനെ നിരപരാധികളെ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുത്തുമോ? നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉള്ള രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമോ എന്നത് ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല ഇതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2006 മുംബൈ ട്രെയിൻ ഭീകരാക്രമണ കേസിലുള്ള അബ്ദുൾ വഹീബ്, ഈ 13 പേരായിരുന്നു അന്ന് ഈ കേസിൽ അറസ്റ്റിലായിരുന്നത്. ഈ 13 പേരിൽ ഒരാളായിരുന്നു ഈ അബ്ദുൾ വഹീദ്. ഇദ്ദേഹം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തുണ്ട്. പക്ഷെ ഇദ്ദേഹമാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട നിയമസഹായങ്ങളും ജയിലിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഈ ഈ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചൊരു വ്യക്തി കൂടിയാണ് ഇയാളാണ് ഈ സംഘടനയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, നിയമസഹായം നൽകുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഈ പുതിയതായി രൂപം കൊണ്ട മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ രൂപം കൊണ്ടിട്ടുള്ള NCHDR എന്ന സംഘടന, ആ സംഘടനയ്ക്ക് കേരളത്തിലുടനീളം ഈ സംഘടന പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്നത്. പുതുതായി ഉടലെടുക്കുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം പണം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നത് തന്നെ വലിയൊരു ചോദ്യമാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, അങ്ങനെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സംഘടന, ഒരു പെട്ടെന്നുടലെടുത്ത ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നത്? അതിൽ തന്നെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുമായി നമ്മൾ സംസാരിച്ച സമയത്ത് ആ ഉദ്യോഗസ്ഥൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പേര് വെളിപ്പെടുത്താതെ തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ നിരോധിത സംഘടനയിൽ പെട്ടവരൊക്കെ തന്നെയാണ് ഈ സംഘടനയിൽ ചേക്കേറിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ ഈ നിസാമുദ്ദീൻ പാനായുടെ ഫേസ്ബുക്കും അദ്ദേഹം ഇടുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചാൽ എന്താണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് കൃത്യമായി മനസ്സിലാകുമെന്ന് കൂടി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു ഓഡിറ്റിങ്ങിന് അല്ലെങ്കിൽ നിരീക്ഷണത്തിന് ഈ സംഘടനയെ വിധേയമാക്കണം എന്നത് തന്നെയാണ് പറയാനുള്ളത്. വീണ, എന്തായാലും പേര് മനുഷ്യാവകാശ സംഘടന എന്ന്, പക്ഷെ പിന്തുണയ്ക്കുന്നത് നിരോധിത ഭീകര സംഘടനകളെ. അനഘയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.